അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെയായിരുന്നു റിസോർട്ടിൽ, താടാ ദാദിനി വാലി. ചാച്ചന്നെ പറയണം. അന്നേരം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയെന്ന് രാവിലെ ഏകദേശം 9:30-10 മണിയായി. ഞാൻ അതിലിടക്ക് പോയിട്ട് ബാഗെല്ലാം ഒന്ന് റെഡിയാക്കി ടൗണിൽ കൊണ്ട് പോയിട്ട്, അതാണ് കുറച്ച് ലേറ്റ് ആയത്. ബാഗെല്ലാം ഒന്ന് തുന്നി റെഡിയാക്കി, ബാഗെല്ലാം ഫുള്ള് കീറിപ്പോയിന്. അതെല്ലാം തുന്നി റെഡിയാക്കി നമ്മൾ ചായ റൂമിൽ തന്നെ വെച്ച് കുടിച്ച് ഇന്നലെ. പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചതേനും. പിന്നെ അന്നേരം ഇവിടുന്ന് വിടാം, ഇനി ഇവിടുന്ന് വിടണം. നമുക്ക് ഇനി അജ്മീറിൽ പിടിക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം. എത്ര കിലോമീറ്റർ? 1600 കിലോമീറ്റർ ഉണ്ട്. 1600 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമ്മൾ പോവുക, പരമാവധി ഓടി പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ഇനി രാജസ്ഥാനിലെല്ലാം എത്തുമ്പോൾ കുറച്ച് കാലാവസ്ഥ ചൂടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം മഴയെല്ലാം കുറഞ്ഞ് നല്ല ചൂടല്ലേ? രാത്രി നല്ല തണുപ്പുണ്ട്. ഇങ്ങോട്ട് നമുക്ക് ഇവരോട് യാത്ര പറയാം. ഓക്കെ, നമ്മൾക്ക് ജായേഗ. ഓക്കെ, चाचा का नाम? मेरा नाम रमन 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 आपका नाम? സായിബു. ആ എന്തായാലും നല്ല റൂമായിരുന്നു. ചെറിയ പൈസക്ക് നല്ല റൂമോ നല്ല സ്ഥലമോ എല്ലാം കിട്ടീന്. ചാമ്പങ്ങ വീണിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചാമ്പങ്ങ അല്ല, എന്താണ് പേരും അറിയുന്നില്ലപ്പാ. ചാച്ച ഓക്കെ. നല്ലൊരു ചാച്ചാട്ടാ, നല്ലൊരു പ്രായമുള്ള മനുഷ്യൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്നേരം പോലെ പ്രാർത്ഥിച്ചോ. ഇതാ ഫുള്ള് പച്ചക്കറി കാണുന്നില്ല. ഇതാ ഫുള്ള് ഒരാൾക്ക് കടയൊന്നുമില്ല, എല്ലാവർക്കും. നമുക്കിവിടെ പച്ചക്കറി വിറ്റാലോ കുറച്ച് ദിവസം, ലാഭം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാമല്ലോ. അതാ ഞാൻ വലപ്പടോ ഇതാ ഓമ്പിക്കുന്നതാ. ആടെ വെറുതെ കിട്ടുന്നതാ. ഇയാൾ ആടെ കിലോനും കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോകുന്ന അയാളെ പിടിച്ചിട്ട് ആടെ കൊണ്ടുപോകണം, നമുക്ക് പറപ്പിക്കാം. പക്ഷേ ഇവിടെ റേറ്റ് കുറവായിരിക്കും. നമ്മുടെ നാട്ടിലിപ്പോൾ ചില സാധനത്തിന് നമുക്ക് ഡിമാൻഡ് ഇല്ലാത്ത സാധനത്തിന് ഇപ്പോൾ ചക്ക കണ്ടിട്ടില്ലേ നമ്മൾ വരുമ്പോൾ? ചക്കയ്ക്ക് നമ്മളെ നാട്ടിൽ ഡിമാൻഡ് ഇല്ലല്ലോ. അന്നേരം ഡിമാൻഡുള്ള സ്ഥലത്ത് റേറ്റ് കൂടുതലുണ്ടാവും, ഡിമാൻഡ് ഇല്ലാത്ത സ്ഥലത്ത് റേറ്റ് ഉണ്ടാവില്ല. ഈ ചാച്ച എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ടാണ് പോകുന്നെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് കൂട്ടി എടുക്കൂലേ. അപ്പോൾ നമ്മൾ ഏകദേശം രാജസ്ഥാൻ ബോർഡർ എത്താനായി. ഗുജറാത്ത് ഏകദേശം കഴിയാനായി. ഗുജറാത്തിലെല്ലാം ഇപ്പം നല്ല പച്ചപ്പും കൃഷിയും അതും ഇതെല്ലാം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ രാജസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ മരുഭൂമികളും അത് ഇതായിരിക്കും. അത് ഓരോരോ സംസ്ഥാനവും ഓരോരോ ഡിഫറൻറ്റ് സംസ്ഥാനമാണ്. കടന്നപാടും തന്നെ മരുഭൂമിയൊന്നും കിട്ടൂല. കുറച്ച് അപ്പുറം കഴിയുമ്പോഴൊക്കെ പിന്നെ മരുഭൂമി, കുറേ ഒട്ടകം, പിന്നെ മാർബിള് ഉണ്ടാക്കുന്ന സ്ഥലം, നമ്മുടെ നാട്ടിലെ കോറി പോലെ അങ്ങനത്തെ കുറേ സ്ഥലം, രാജസ്ഥാനി ട്രഡീഷണൽ ആ ഡ്രസ്സുകൾ അവരെ അതെല്ലാം കാണാൻ പറ്റും. നമുക്ക് കാണാം, നമുക്ക് പറ്റുമെങ്കിൽ കുറേ ഗ്രാമത്തിലേക്കെല്ലാം ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങുകയും ചെയ്യാം. ഗുജറാത്തിലും കുറേ ഗ്രാമത്തിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമമായിട്ട് ഈ റോഡ് സൈഡിൽ കാണുന്നില്ല. ഞാൻ കുറേ നോക്കി. ഇതൊന്നും ഹമ്പിൻ്റെ അടുത്തും നിന്നിനാ അല്ലോ. നമ്മളുടെ അടുത്ത് ഇപ്പം തരാൻ പൈസയുണ്ട്, പക്ഷേങ്കിൽ എൻ്റെ മറ്റേ ഇരുന്നെടുക്കണം. നെഹി ഭയ്യ നെഹി ഭയ്യ. അപ്പം നമ്മൾ ഗുജറാത്ത് ഇതാ ബോർഡറാണിത്. ഗുജറാത്തിൻ്റെ ബോർഡർ കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വെൽക്കം ടു രാജസ്ഥാൻ. ഇതെന്നാ റോഡ് നിറച്ചൊരു വണ്ടി പോകുന്നു അതോ? അങ്ങനെ നമ്മളിതാ രാജസ്ഥാനിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഗുജറാത്ത് കഴിഞ്ഞിരിക്കുന്നു. വെൽക്കം ടു രാജസ്ഥാൻ. ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ മുംബൈയിലൂടെ പോകുന്നൊരു ഫീലിംഗ്. മുംബൈയിൽ ഇതേപോലെയാണ്, മലകളുടെ ഇടക്കൂട്ടിയും ഇതിൻ്റെ എല്ലാം ഇടക്കൂട്ടിയെല്ലാം അതേപോലെ നല്ല എക്സ്പ്രസ് വ്യൂ. പക്ഷേങ്കിൽ രാജസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് രാജസ്ഥാനിലെ മൊത്തം പറയാൻ പറ്റൂല, ഓരോരോ സ്ഥലത്തായിരിക്കും.
അജ്മീറിലെ പോലീസുകാരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് അവരാണ് നമ്മളെ ഈ കാശ്മീർ യാത്രയിലെല്ലാം പിടിച്ചു പറിച്ചത് മൊത്തം അജ്മീറിലെയോ ആ ഏരിയയിലുള്ള പോലീസുകാരാണ്. നല്ല മഴ വരുന്ന ലക്ഷണമുണ്ടല്ലോ. ഇത് കണ്ട ഇതാണ് എന്താ ചെയ്യുക. 3 ട്രാക്കിൽ 3 വണ്ടി. ഇതെന്നാ ബോർഡർ? അല്ല, ചെക്ക് പോസ്റ്റ് എത്തി. വെറുതെ അല്ല. ഫുൾ ബാരിക്കേഡ് വെച്ചിട്ട് എല്ലാരും ചെക്ക് ചെയ്യണം. ഇതാരാണ് അഡ്രോട്ടന്മാർ ഇരുന്നിന്? പശുവെല്ലാം ഉണ്ടാകുന്ന ആണല്ലുണ്ട്. മനുഷ്യന്മാർ നടുറോട്ടുമ്പോൾ ഇരിക്കുന്ന കാണില്ല. किधर जाता है? किधर जाता है? उदयपुर जा रहे हैं। उदयपुर? क्या काम करता है? काम कुछ नहीं, बोतल चुन के बेचते हैं। हाँ 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 वही काम है। हाँ, ऐसा आराम से जाएगा. हाँ, ചേഞ്ച് ഉണ്ടാ? ചില്ലറുണ്ടാ? ചില്ലറുണ്ടാ? എത്ര ചില്ലറുള്ള? ചില്ലറുണ്ടാ? हाँ, फोटो इधर. हाँ, रखो. ओके, आराम से जाओ. हाँ, ओके, जाओ खाओ. मैं मारेगा? जाएगा आराम से. ഇതും ഒരു ജീവിതമാണ് കേട്ടോ. ഓരോരോ ആൾക്കാരെ ഭാവം. ബോട്ടിൽ അവർ ഇതെല്ലാം വിറ്റെടുത്തിട്ട് അമ്മയുണ്ടെന്ന് തോന്നുന്നു. അമ്മയോ ഭാര്യയെന്നറിയില്ല. ചിലപ്പോൾ ഭാര്യയായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ളത്. കിധർ ജാത്തേ? ഉദർ? ഉള്ളിൽ എത്ര ആൾക്കാർ ഒരു ജീപ്പില്? ഉള്ളിൽ നിറച്ചുണ്ട് ആൾക്കാർ. കിത്ന 1000? ഉള്ളിൽ നിറച്ചു ആൾക്കാരുണ്ട് കേട്ടാ. എത്രയാ ആൾക്കാർ. ഓട്ടോറിക്ഷയിലും അതേപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട്. നിറച്ചു ആൾക്കാരാ. ആ ജീപ്പിലൊരു ബസ്സിൽ, നമ്മുടെ നാട്ടിലൊരു ബസ്സിൽ കൊള്ളുന്ന ആൾക്കാരുണ്ട് ആ ഒരു ജീപ്പില്. അപ്പൊ രാജസ്ഥാനെത്തി. ചൂട് തുടങ്ങി. രാജസ്ഥാനിൽ മഴയൊന്നും ഇല്ല കേട്ടാ. നല്ല ചൂടാ. നിർത്തിക്കഴിഞ്ഞാലാ ചൂട് അറിയുന്നത്. പക്ഷേ എങ്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് അടിക്കുന്നേ. മഴ ചിലപ്പോൾ പെയ്യുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ഞാൻ അവിടെ നിർത്തിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനവും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പരിപ്പറിയും ചോറും ആക്കാൻ വിചാരിക്കുന്നത്. അതിനുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ പ്ലേറ്റും വാങ്ങിച്ച്, ഇനി മാഗിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ച ടൈം ഏകദേശം ആയി. ഇപ്പം സമയം 12 മണി കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലൊരു പ്ലേസ് കിട്ടിയ എവിടെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് ഇന്ന് ഫുഡ് കഴിക്കും. അതാണ് പരിപാടി. മാഗി വേണ്ടിയെങ്കിൽ നമുക്ക് വൈകുന്നേരം അങ്ങാട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണ് പ്ലാനുള്ളത്. ഇതാണ് നടുറോട്ടോ പശു കടന്ന്. അതായത് അങ്ങനെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും കുറേ മലകളെല്ലാം ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതാണ് രാജസ്ഥാനിലെ കാഴ്ചകൾ ഡിഫറെൻ്റ് ആണ്. ഇവിടുന്ന് യൂട്ടേൺ അടിക്കാനാണ് കാണിക്കുന്നത്. ഫുള്ള് ഹിന്ദിയിലാണല്ല ഭാഷ. ഇതെടുത്തേക്കാ പോകുന്ന അവിടെ. ഇതേതാ റോഡ്? ആ, ലൊക്കേഷൻ കാണിക്കുന്നല്ലേ. പോയേക്കാ. ഇത്ര സമയം ലൊക്കേഷൻ നോക്കിയിട്ടല്ലേ വന്ന്. ഇനി നമ്മളായിട്ട് വേറെ മാറ്റിപ്പിക്കണ്ട.
നീയല്ലേ കുറേ സമയമായി പറയുന്നത് ടണൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതി. ഇതാ ടണൽ കിട്ടിയില്ല എന്ന് പറയണ്ട, ഇതാ ടണൽ വന്നിട്ട്. ഇത് ചെറുതാന്നല്ല, ബസ് എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും വരികയാണ്, വീണ്ടും വരുന്നില്ല. നല്ല തണുപ്പുണ്ടല്ല. അടിക്കുന്നുണ്ട്. कितना है लीटर? 105. എടാ 105 തന്നെ ആണല്ലോ മഹാരാഷ്ട്രയിലല്ലേ? 105 തന്നെയല്ലേ ബോംബെയിലെല്ലാം ഉണ്ടായേ? രാജസ്ഥാനിൽ 105 रुपये ലിറ്ററിന്. കലാസ്. ഓക്കെ 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 ഓക്കെ. ആ ടീക്ക്. എത്രയായത്? 1010 रुपये. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ച്. പോളി സ്ഥലം എല്ലടാ. ഫുഡ് ഉണ്ടാക്കിയിട്ട് പശുക്കളെല്ലാം കൂടി ഫുഡ് കൊണ്ട് പോവോ നമ്മളെ? പശുവിന് പുല്ല് കിട്ടിക്കൊണ്ടിട്ട് അവസാനം നമ്മളെ ഫുഡിൻ്റെ മണം കേൾക്കുമ്പോൾ ഇനി പശു ഫുഡിൻ്റെ അടുത്തേക്ക് വരുമോ? ഇത് നല്ല തണുപ്പുള്ള സ്ഥലം കിട്ടണം. എവിടെ തണലുള്ളത്? ആടെ തണലുണ്ടായിരുന്നു നല്ല. ഇവിടെ കല്ലുണ്ടല്ലോ, അടിപൊളിയല്ലോ. ആടെ ചതുപ്പ് സ്ഥലമാണെന്ന് തോന്നുന്നു അങ്ങോട്ട്. ഏതാ സ്ഥലം? ഓ, ക്രിക്കറ്റെല്ലാം കളിക്കാൻ പറ്റിയ സ്ഥലം ഇത്. ഇതേതോ വില്ലേജാ, അതേതോ അങ്ങോട്ട് ഇതുണ്ട്. എടാ ആടെ നല്ല തണലുണ്ടല്ലോ. ആടെ പോവാ ആ കാട്ടിൽ. അല്ലോ സ്റ്റാൻഡ് കെട്ടിയില്ലേനാ? അല്ല ഇവിടെ താണുവോ? ആ ചളിയുള്ള സ്ഥലം ഉണ്ടാവും. ഇവിടെ ചളിയില്ലല്ല. ഇതാണ് സ്ഥലം. ഇതിൻ്റെ അപ്പുറം വേറൊരു സ്ഥലം ഇനി കിട്ടൂല. ഇവിടുത്തെ പച്ചപ്പുല്ലെല്ലാം കത്തും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട്. സാധാരണ അങ്ങനെയാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കിയ എല്ലായിടത്തുള്ളയും കത്തിക്കലാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഇറങ്ങ്. ഓ ഞാൻ ഇറങ്ങണം ഫസ്റ്റ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇതിൽ ഉപകാരമായി. ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് പെട്രോൾ പമ്പിൽ നിന്ന്. അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാ നമ്മൾ ഫുഡാക്കുന്ന പരിപാടിയാണ്. കുറച്ച് ഉള്ളിയും വാങ്ങിച്ചത്, കുറച്ച് ഉള്ളിയും തക്കാളി മറന്നുപോയി. തക്കാളി വാങ്ങിച്ചില്ല. പച്ചമുളകുണ്ട്. ഉപ്പാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. 1 കിലോൻ്റെ പാക്കറ്റേ ഉള്ളൂ. അതിപ്പോൾ പകുതിയാടെയും കളഞ്ഞിട്ട് 1/2 കിലോനാക്കിയിട്ട് എടുക്കണം. മുളകുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്. മതി. ഉള്ളിക്കറിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ അതാ വറവാക്കാൻ കടുകലുണ്ട്. പിന്നെ അതാ ഓയിലും ഉണ്ട്. അതിനല്ല ഒട്ടും നല്ല നെയ്യുണ്ട്. എല്ലാം കൂടി പ്ലേറ്റ് ഉണ്ട്. മാഗി രാത്രി ആക്കാം നമുക്ക്. അല്ല ഇത് കുറേ ഓട്ടം ആക്കണം, എന്നാലേ മുതലാവും. ഇതിപ്പോൾ എത്ര 220 രൂപയുടെ ഫുഡ് ആ സാധനത്തിൽ പാദത്തിന് 230, 15 രൂപേൻ്റെ സാധനമായി. 4-5 വട്ടം ഫുഡ് ഉണ്ടാക്കിയാലേ മുതലാവും. പക്ഷേ ഇങ്ങോട്ടൊന്നും വരണ്ട. നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാണ്. ഇങ്ങൾക്ക് പറ്റിയെന്നല്ല, നമുക്ക് തന്നെ തികയാൻ സാധ്യത കുറവാണ്. മുള്ള് ഇറങ്ങുന്നു. ഇവിടെ ഫുള്ള് മുള്ളുണ്ട് കേട്ടോ. വലിയ മുള്ള്. ഈ മുള്ള് മരം കണ്ട? ഇതിൻ്റെ മുള്ള ഫുള്ള് ഉണങ്ങിയ മരം പൊട്ടി കൊണ്ട്. അത് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. വേറൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ചോറാകുന്നുണ്ട്. ചോറാകുന്നതിന് മുമ്പ് ഗ്യാസ് ചെയ്യേണ്ടതാണ്. വേഗം വേഗുന്നുണ്ട് കേട്ടോ ചോറ്. പെട്ടെന്നാണ് അരിയാന്നാണ് പറഞ്ഞത്.
ആയി. അപ്പോൾ നമ്മളിന്ന് പരിപ്പ് കറിയുടെ പരിപാടിയാണ്. പരിപ്പ് കറി ഉണ്ടാക്കണം. തക്കാളി വാങ്ങാൻ പറഞ്ഞത്. തക്കാളി മതിയേ. തക്കാളിയും ഉള്ളിയും വേണമായിരുന്നു. ഞാൻ ഇപ്പുറത്തെ കടയിൽ നിന്ന് തക്കാളി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. മറന്നുപോയി. അപ്പോൾ നമ്മൾ സാധനം പതക്കുന്നുണ്ട്. തീ കൂടി പതി കുറക്കണം. കുറച്ചോ ഇങ്ങോട്ടോ കുറക്കണ്ടേ? എടുത്തല്ലേ. നമ്മളെ ചോറ് പതക്കുന്നുണ്ട്. ചോറിൽ കുറച്ച് ഉപ്പിടാം. ഇത് നേരെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളുപ്പാവും. മതി. അഥവാ കുറവുണ്ടെങ്കിൽ എനിക്കെങ്ങനെ അറിയാം? അത്രേ വേണ്ടു. അഥവാ കുറവുണ്ട്. കഞ്ഞിവെള്ളവും കുടിക്കണം ഇനി. വേഗം ആണെന്നാ പറഞ്ഞു. ഓക്കെ, പതക്കട്ടെ. കൊത്തും. അപ്പം നമ്മൾ ചോറിങ്ങനെ പതച്ച് വരുന്നുണ്ട്. വേഗം ആവുമെന്ന് പറഞ്ഞത് ചോറ് വേഗം ആകുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ടൈം വേണം. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കണ്ണൂർ ടു ലഡാക്ക് നടിച്ചിട്ട് ബാഗിൻ്റെ ബാക്കിൽ വെച്ച സാധനം കർണാടകയിൽ ഇങ്ങെത്തുമ്പോൾ തന്നെ പറഞ്ഞു വീണ്. കർണാടകയല്ല, എഴുന്നേനെ നമുക്ക് പറഞ്ഞു വീണ്. ഇത് ഒരു ഭാഗം ഇങ്ങനെ ഇതായി പോയിന്. മുംബൈയിലാണ് കണ്ടത്. എന്നാലും അത് പറിച്ച് ബാഗിൽ വെച്ചിട്ടേന്. ഇപ്പം ആണ് ഉപകാരം വന്നത്. ഇപ്പം ഇതാ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ടാക്കുന്നത്. കട്ടാക്കാൻ കട്ടിംഗ് ബോർഡായി അടിപൊളിയായി. ആരും ഇത് ഉപകാരം വന്നു. അപ്പം നമ്മൾ ചോറ് ആയിട്ടുണ്ട്. ചോറ് കുറച്ച് അടിക്ക് പിടിച്ചു പോയെന്ന് സംശയമുണ്ട്. ഏതായാലും നോക്കാം. ഇതിന് ബാർക്കണം. കണ്ടോ കാറ്റുണ്ട് കേട്ടാ. കാറ്റ് നമുക്കൊരു വാർക്കണം. നമുക്കൊരു ഫ്ലൈറ്റ് വെച്ചിട്ട് വാർക്കാട്ടോ. ഞാൻ വാർക്കാൻ കഴിയോ? നല്ല കാറ്റുണ്ടല്ലോ. അപ്പം നമ്മൾ പരിപ്പറി ആയിട്ടുണ്ട്. ഈ പരിപ്പറി കുറച്ചൊന്ന് വറവയ്ക്കണം. കടുകുണ്ട് അതിന് വേണ്ടിയിട്ട്. ഈ പ്ലേറ്റ് ആയതുകൊണ്ട് ഒരു അടിക്ക് പിടിക്കുന്നത് അല്ലേ? ഇടയ്ക്കൊക്കെ ആളെ സൗണ്ട് കേൾക്കുന്നല്ലേ? പക്ഷെ ആളെ കാണുന്നില്ല. ആള് നടക്കുന്ന പോലല്ലേ? നടക്കുന്ന പോലെയില്ല. അത് ഇല്ല. തീ ഓടിപ്പോന്നുണ്ടോ? വറവയ്ക്കുമ്പോൾ ചെറിയ ഇത് കരിയുന്ന കേട്ടാ. ഈ പാത്രത്തിൽ നമുക്ക് ചായയെ വെക്കാൻ പറ്റുന്നുണ്ടോ? പച്ചവെള്ളം എല്ലാരും പൊട്ടിരിക്കും. തീ കിട്ടുപോയാ? ഇല്ല. പുല്ലെല്ലാം ഒപ്പരം വരുന്നുണ്ട്. നമുക്ക് കറി സെറ്റ്, ഫുഡ് സെറ്റ് അല്ല ചോറ് സെറ്റ് കഴിക്കാൻ.
നമ്മൾ ഫുഡ് കഴിക്കലാന്ന് അല്ലേ? ഫുഡ് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയാം. ടേസ്റ്റ് ഒരു രക്ഷയില്ല, പൊളിയായിരിക്കും. ഭയങ്കര എരിവല്ല അല്ലേ? ടേസ്റ്റ് ഉണ്ട്. പരിപ്പ് പോരാ, പരിപ്പ് വരണം. കഴിഞ്ഞ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളി, ഒരു രക്ഷയില്ല. അതെ, എന്ത് ഫുഡായാലും ഇനി അടിപൊളി അല്ലെങ്കിലും ഉപ്പില്ലെങ്കിലും ഈ കാട്ടുന്നല്ല ഇങ്ങനെ യാത്രയിൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത്തെ ടേസ്റ്റാണ്. അത് അനുഭവിച്ചെന്നെ അറിയണം. ഈ യാത്ര അങ്ങനെ പോകാത്തവർ ഒരു ദിവസം എന്തായാലും വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഒരു ദിവസം എവിടെയെങ്കിലും വെച്ച് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇല്ലേ അത് ടേസ്റ്റ്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മുംബൈയിൽ നിന്ന് വരുന്ന മാങ്ങയാണെന്ന് പറഞ്ഞത്. കൊക്കം മാങ്ങയാണ്, നമ്മുടെ നാട്ടിൽ കൊക്കം മാങ്ങയിൽ അതേപോലെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് മാങ്ങയും കൂടി കഴിച്ചു കഴിഞ്ഞല്ലേ പിന്നൊന്നും വരണ്ട. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കടന്നുറങ്ങാം. വീട്ടിൽ തന്നെ കടന്നുറങ്ങാൻ തോന്നുന്നു തീർച്ചയായിട്ടും. ചോറ് തിന്നോണ്ട് നല്ല ഉറക്കും വരും. ചോറ് തിന്നിട്ട് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉച്ചക്ക് ഉറങ്ങാൻ ശരിയുള്ളൂ. ഉറങ്ങി ഇപ്പം എല്ലാം സെറ്റായി. അത്രയല്ലോ ഒരു ദിവസം ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാളെ ഉറക്കം വരും, മറ്റന്നാൾ ഉറക്കം വരും. അന്നേരം പിന്നെ ഉറക്കേ ഉണ്ടാവും, യാത്ര ഉണ്ടാവില്ല. പിന്നെ ഉറങ്ങുന്ന വീഡിയോ ആക്കേണ്ടി വരും. ഉറങ്ങുന്ന കൂർക്കം പരിക്കുന്ന വീഡിയോ ആക്കേണ്ടി വരും. പേത്തില്ല തോന്നുന്നു. മൂത്തതാണ്. ഈ കത്തി പേടിയാണ്, ഭയങ്കര മൂർച്ചുള്ള കത്തിയത്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നേരെ ഇനി നമ്മളിത് കെട്ടി എല്ലാം ഒന്ന് ഇതാക്കി വീടിന് നേരെ വിടാല്ലേ. പിന്നെ ഒരു 200 കിലോമീറ്ററും കൂടി ഉണ്ട് ഇങ്ങനെ അജ്മീറിലേക്ക്.